ബാംഗ്ലൂരിൽ വെച്ച് വന്ദേ ഭാരത് ഇടിച്ചു മരിച്ച മലയാളി വിദ്യാർത്ഥികളുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. നഴ്സിംഗ് വിദ്യാർത്ഥികളായ ജസ്റ്റിൻ ജോസഫ്, സ്റ്റെറിൻ എൽസ സജി എന്നിവരാണ് മരിച്ചത്. പത്തനംതിട്ട സ്വദേശികളാണ് ഇരുവരും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകിയത്. ചിക്കബനവാര റെയിൽവേ സ്റ്റേഷന് സമീപമാണ് അപകടമുണ്ടായത്. ഇരുവരും സപ്തഗിരി കോളേജിൽ പഠിക്കുന്നവരായിരുന്നു. ജസ്റ്റിൻ തിരുവല്ല സ്വദേശിയും സ്റ്റെറിൻ റാന്നി സ്വദേശിയുമാണ്. റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അമിത വേഗതയിലെത്തിയ വന്ദേ ഭാരത് ഇരുവരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. രണ്ടുപേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് സൂചന. സംഭവത്തിൽ നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ബാംഗ്ലൂർ റൂറൽ റെയിൽവേ പോലീസും യശ്വന്ത്പൂർ റെയിൽവേ പോലീസും സംഭവത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. MAS രാമയ്യ ആശുപത്രിയിലായിരുന്നു മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഇവിടെ നിന്നും പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷമാണ് ബന്ധുക്കൾക്ക് കൈമാറിയത്. ഈ മേഖലയിൽ അടുത്തിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ ട്രെയിൻ അപകടമാണിത്. ട്രാക്കിലൂടെ നടക്കുന്നതിനിടെ ഒഡീഷയിൽ നിന്നുള്ള റെയിൽവേ ജീവനക്കാരനായ സുന്ദർ നായക് കഴിഞ്ഞ മാസമുണ്ടായ അപകടത്തിൽ മരിച്ചിരുന്നു. റെയിൽവേ പാളം മുറിച്ചു കടക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. രണ്ട് വശങ്ങളും നോക്കിയതിനു ശേഷം ട്രെയിൻ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ റെയിൽവേ പാളം മുറിച്ചു കടക്കാൻ പാടുള്ളൂ. ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് പാളം മുറിച്ചു കടക്കാൻ ശ്രമിക്കരുത്. ചെറിയ അശ്രദ്ധ പോലും വലിയ അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം.